വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്ടിഫയറിനെ കുറിച്ചാണ്. സോ എന്താണ് റെക്ടിഫയർ, അതേപോലെ തന്നെ അതിൽ വരുന്ന ടൈപ്സ് നമുക്കറിയാം. ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. ഫുൾ വേവ് റെക്ടിഫയറിൽ തന്നെ നമുക്ക് ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറും അതേപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയറും ഉണ്ട്. അപ്പൊ അതിന്റെ സർക്യൂട്ട് വെച്ച് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, so first of all നമ്മൾ എന്താണ് rectifier? It is an electrical device that converts alternating current which periodically reverses direction to direct current which flows in only one direction. അതായത് AC to DC കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ ആക്ച്വലി റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് DC ആയിട്ട് കിട്ടും. പക്ഷെ ഇതൊരു പെർഫെക്റ്റ്ലി DC ആയിരിക്കില്ല, പൾസേറ്റിംഗ് DC ആയിരിക്കും നമുക്ക് റെക്ടിഫയറിൽ കിട്ടുന്നത്. ഓക്കെ, അതിനെ നമ്മൾ പിന്നീട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അത് ഫിൽറ്ററിലൂടെ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. സോ AC to DC കൺവേർഷൻ ആണ് മെയിൻ ആയിട്ട് റെക്ടിഫയറിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് റെക്ടിഫയറിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. റെക്ടിഫയർ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, ദാറ്റ് ഈസ് ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിൽ വി ഹാവ് പോസിറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് നെഗറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ. ആൻഡ് ഫുൾ വേവ് റെക്ടിഫയറിൽ വി ഹാവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, അപ്പൊ ഹാഫ് വേവില് പോസിറ്റീവ് ഹാഫ് വേവ്, നെഗറ്റീവ് ഹാഫ് വേവ് ഉണ്ട്. ഫുൾ വേവില് സെന്റർ ടാപ്പും ബ്രിഡ്ജ് റെക്ടിഫയറും ഉണ്ട്. ഇതിലെ ഓരോ സർക്യൂട്ടിന്റെയും വർക്കിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സോ ഫസ്റ്റ് ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ, അതായത് നമുക്കറിയാം AC എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് രണ്ട് വേവ്സ്, അതായത് ഒരു പോസിറ്റീവ് ഹാഫും അതേപോലെ ഒരു നെഗറ്റീവ് ഹാഫും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു പാർട്ടിനെയാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, അതിനെയാണ് നമ്മൾ ഹാഫ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ് ചെയ്യുന്നത്? ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കംപ്ലീറ്റ് സൈക്കിളില് ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിളിനെ മാത്രം നമുക്ക് ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ അതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയാം. അത് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പോസിറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയറും നെഗറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയറും വരുന്നത്. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയർ ഇറ്റ് allows only one half cycle of the input AC signal to pass through the circuit while the another half cycle is blocked. ഓക്കെ, അതായത് കംപ്ലീറ്റ് AC-യുടെ ഒരു ഹാഫ് സൈക്കിൾ മാത്രമായിരിക്കും അത് അലോ ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് ആണ് അലോ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ബ്ലോക്ക് ചെയ്യും, നെഗറ്റീവ് ആണ് അലോ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ബ്ലോക്ക് ചെയ്യും. ദാറ്റ് ഈസ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഇനി നമുക്ക് അതിലെ പോസിറ്റീവ് ഹാഫ് വേവും നെഗറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ, അതിന്റെ ഒരു സർക്യൂട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആ സർക്യൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് വരുന്നത് നോക്കാം. അപ്പൊ ആദ്യം നോക്കൂ, ഇവിടെ ഒരു AC ഇൻപുട്ടും അതേപോലെ തന്നെ ഒരു ഔട്ട്പുട്ടും കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതില് ഈ പോസിറ്റീവ് സൈക്കിൾസ് മാത്രമാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ വരുന്നത്. പൾസേറ്റിംഗ് DC എന്നാണ് ഇതിനെ പറയാം, പൾസേറ്റിംഗ് DC ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത്? കറണ്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡയോഡ് ഉണ്ട്. റെക്ടിഫയറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ്സ്, സർക്യൂട്ട് എലമെന്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ വി ഹാവ് എ ട്രാൻസ്ഫോമർ, എ ഡയോഡ് ആൻഡ് റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അതിന്റെ പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി കാണിച്ചിട്ടുണ്ട്, ദെൻ ഡയോഡ് D, അതേപോലെ തന്നെ ഒരു ലോഡ് റെസിസ്റ്റൻസ് RL. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I ആയിട്ട് കാണിച്ചിരിക്കുന്നത്. T എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അപ്പൊ ഒരു പോസിറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരണം. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. നോക്കൂ, ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് ഇവിടെ എന്തായിരിക്കും? അതായത് ഇവിടെ നമുക്ക് ഒരു പ്ലസും അതേപോലെ തന്നെ ഇവിടെ മൈനസും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഡയോഡ് നോക്കൂ. ഡയോഡിന്റെ ആനോഡും കാഥോഡും, പോസിറ്റീവ് നെഗറ്റീവിലേക്ക് നമ്മൾ ഇവിടെ പ്ലസ് ആവുന്ന സമയത്ത് ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുമോ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കുമോ? എങ്ങനെയായിരിക്കും വരിക? ആനോഡ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ യെസ്, ഇത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അപ്പൊ ഫോർവേഡ് ബയസ്ഡ് ആവുമ്പോൾ നമുക്കറിയാം ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പോൾ ഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് അത് ആ ഒരു നമുക്ക് കറക്റ്റ് ആയിട്ട് ആ കംപ്ലീറ്റ് ഹാഫ് സൈക്കിൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. അതായത് ഡയോഡ് കണ്ടക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക? ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിള് നമുക്ക് എന്ത് വരും? നെഗറ്റീവ് ഹാഫ് സൈക്കിളില് മുകളിൽ നെഗറ്റീവും അതേപോലെ തന്നെ താഴെ പോസിറ്റീവ് ആയിരിക്കും അല്ലെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോ. സോ ആ സമയത്ത് എന്തായിരിക്കും? ഡയോഡ് എന്ന് പറയുന്നത് യെസ് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അതായത് ഡയോഡിന്റെ ആനോഡിലേക്ക്
നമ്മൾ മൈനസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും, ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. സോ ആ ഹാഫ് സൈക്കിൾ ഡയോഡ് എന്ത് ചെയ്യും, റെക്ടിഫയർ ബ്ലോക്ക് ചെയ്യും, നമുക്ക് അത് ഇവിടെ കിട്ടില്ല. അപ്പൊ ആ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്, 0 ആയിട്ട് നിൽക്കും. ഓക്കെ, അടുത്ത പോസിറ്റീവ് വരുമ്പോൾ വീണ്ടും അത് കണ്ടക്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പൾസേറ്റിംഗ് DC ഔട്ട്പുട്ട് കിട്ടുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ റെക്ടിഫയർ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു സർക്യൂട്ട് വെച്ച് നമ്മൾ ഇങ്ങനെയാണ് ഒരു പോസിറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ എപ്പോഴും പലപ്പോഴും നമ്മൾ ഈ പോസിറ്റീവ് ഹാഫ് വേവ് നെഗറ്റീവ് ഹാഫ് വേവ് എന്ന് പറയല്ലേ, പോസിറ്റീവ് ഹാഫ് വേവ് മാത്രം പറഞ്ഞു പോകും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും, ഇങ്ങനെ നമുക്ക് പോസിറ്റീവ് മാത്രമാണോ കിട്ടുക, നെഗറ്റീവ് മാത്രമായിട്ട് നമുക്ക് കിട്ടില്ലേ, കിട്ടും. അതിനാണ് നമ്മൾ നെഗറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ പറയുന്നത്. അതിന്റെ സർക്യൂട്ട് നോക്കാം. ഓക്കെ, സി എന്താണ് നെഗറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയറിൽ ഡിഫറൻസ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം പഠിച്ച പോസിറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്നും എന്താണ് ഇവിടെ ഡിഫറൻസ് വന്നിട്ടുള്ളത്. യെസ്, ഇവിടെ നമ്മൾ ഈ ഡയോഡ് എന്ത് ചെയ്തു, ഡയോഡിനെ നമ്മൾ തിരിച്ചു വെച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇതേ ട്രാൻസ്ഫോമർ അതേപോലെ ഉണ്ട്, ഡയോഡ് ഉണ്ട്, ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി ഔട്ട്പുട്ട് എങ്ങനെയാ വരാൻ നോക്കൂ. പോസിറ്റീവ് ഹാഫ്, ഇവിടെ നമ്മൾ ഈ പോസിറ്റീവ് ഹാഫ്സ് നമ്മൾ ഔട്ട്പുട്ടിൽ കിട്ടിയതിന് പകരം ഇവിടെ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. DC പൾസേറ്റിംഗ് ആയിട്ടുള്ള DC ആയിട്ടുള്ള ഔട്ട്പുട്ടിൽ കിട്ടാം. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ആദ്യം നമുക്ക് എന്താണ്, ആദ്യം ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത്, അതായത് ഇവിടെ പ്ലസും അതേപോലെ തന്നെ ഇവിടെ താഴെ നമുക്ക് മൈനസും വരുന്ന സമയത്ത് ഡയോഡ് എങ്ങനെയായിരിക്കും, ഡയോഡിന്റെ കാഥോഡ് ആണ് നമ്മൾ പോസിറ്റീവ് കാണുന്നത്, ദാറ്റ് ഈസ് ഡയോഡ് ഈസ് റിവേഴ്സ് ബയസ്ഡ്. അപ്പൊ എന്ത് ചെയ്യും, പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ ബ്ലോക്ക് ചെയ്യും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് കിട്ടില്ല. ഇനി അടുത്തത് ഡ്യൂറിംഗ് ദ റിവേഴ്സ്, ദാറ്റ് ഈസ് ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിളില് മുകളിൽ നമുക്ക് മൈനസും അതേപോലെ തന്നെ താഴെ നമുക്ക് പ്ലസും ആയിട്ട് വരും. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും, ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, ഡയോഡ് കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് നമുക്ക് ഔട്ട്പുട്ട് അക്രോസ് ലോഡ് റെസിസ്റ്റൻസ് കിട്ടും. സോ that is the working of negative half wave rectifier. നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രം ഔട്ട്പുട്ടിൽ കിട്ടും, പൾസേറ്റിംഗ് DC ആയിട്ട് കിട്ടുന്നതാണ് നെഗറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ രണ്ട് വർക്കിംഗും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് ഫുൾ വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് നോക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഫുൾ വേവ് റെക്ടിഫയറിൽ നമുക്ക് രണ്ടെണ്ണം പഠിക്കാറുണ്ട്, സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറും അതേപോലെ തന്നെ ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറും. അപ്പൊ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് AC സിഗ്നലില് രണ്ട് ഹാഫ് സൈക്കിൾസ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും അല്ലെ. അതാണ് ഫുൾ വേവ് റെക്ടിഫയറിൽ ഇപ്പൊ ഈ വേവ് ഫോം കാണിച്ചിട്ടുള്ള പോലെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പൊ നമുക്ക് ആ ഒരു ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം വെച്ചിട്ട് അതിന്റെ വർക്കിംഗ് നോക്കാം. ഫസ്റ്റ് സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. പിന്നെ എന്താണ് ഹാഫ് വേവ് റെക്ടിഫയറിന് ഡിഫറെന്റ് ആയിട്ടുള്ളത്, രണ്ട് ഡയോഡ് ഉണ്ട് അല്ലെ നമുക്ക് ഇവിടെ. അതേപോലെ തന്നെ ഈ ട്രാൻസ്ഫോമറിൽ നോക്കൂ, ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ ഈ സെന്റർ ടാപ്പ് എന്ന് പറയുന്നത്. വെച്ചാൽ ഈ ഒരു പേര് വരാൻ തന്നെ കാരണം ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമറിൽ ഈ സെന്റർ ടാപ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വോൾട്ടേജ് സ്പ്ലിറ്റ് ആയിട്ട് V1 V2 എന്ന് പറഞ്ഞുള്ള വോൾട്ടേജ് രണ്ട് ഡയോഡിലേക്കുമായിട്ട് കിട്ടുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് പറയാനായിട്ട് ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കാൻ നോക്കാം. ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പ്ലസും അതേപോലെ ഇവിടെ മൈനസും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ നമുക്ക് ഒരു പ്ലസും, അതായത് ഇവിടെ നമുക്ക് പ്ലസും അതേപോലെ ഇവിടെ മൈനസ് ആയിട്ട് വരും. അതേപോലെ തന്നെ ഇവിടെയും അത് സ്പ്ലിറ്റ് ആയിട്ട് പ്ലസ് മൈനസ് ആയിട്ട് വരും. ഓക്കെ, അതാണ് വോൾട്ടേജ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് വരും. അപ്പോ എന്താ സംഭവിക്കുക, D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. D1 ഫോർവേഡ് ബയസ്ഡും. ഇനി നോക്കൂ, D2ലേക്ക് ഇവിടെ നമ്മൾ മൈനസ് ആണ് വന്നിരിക്കുന്നത്, മൈനസ് ആണ് കണക്ട് ചെയ്യുന്നത്. സോ D2 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. D1 ഫോർവേഡ് ബയസ്ഡ്, D2 റിവേഴ്സ് ബയസ്ഡ്. അപ്പോ D1 മാത്രം കണ്ടക്ട് ചെയ്യും, D2 കണ്ടക്ട് ചെയ്യില്ല. D1ലൂടെ മാത്രം കറന്റ് ഫ്ലോ ഉണ്ടാവും. ആൻഡ് വി വിൽ ഗെറ്റ് ദിസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് റിവേഴ്സ് ബയസ്, ദാറ്റ് ഈസ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കാൻ നോക്കാം. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ മൈനസ് അതേപോലെ ഇവിടെ പ്ലസ്. ഇനി സെക്കൻഡറിയിൽ നോക്കുമ്പോൾ ഇവിടെ മൈനസ് അതേപോലെ ഇവിടെ പ്ലസ് ആയിരിക്കും, അതേപോലെ ഇവിടെ മൈനസ് അതേപോലെ ഇവിടെ പ്ലസ്. ഓക്കെ, ഇനി പറയൂ D1 എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, രണ്ടാമത്തെ, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 റിവേഴ്സ് ബയസ്ഡും D2 ഫോർവേഡ് ബയസ്ഡും ആയി അല്ലെ. D1 റിവേഴ്സ് ബയസ്ഡും D2 ഫോർവേഡ് ബയസ്ഡും ആയി. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് വരും, ഏതായിരിക്കും, D2 മാത്രം കണ്ടക്ട് ചെയ്യും,
ദാറ്റ് ഈസ് നമുക്ക് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും രണ്ടും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയത്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഡയോഡും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ മറ്റൊരു ഡയോഡും കണ്ടക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ രണ്ട് ഹാഫ് സൈക്കിൾസും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി ഇതിനകത്ത് ഇതിന്റെ ഒരു വേവ് ഫോം നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇങ്ങനെയാണ് വരിക. അതായത് മുകളിൽ നമുക്ക് ആ വേവ് ഫോം ഇങ്ങനെയും അതേപോലെ തന്നെ താഴെ തിരിച്ചുമാണ് വരുന്നത്. ഓക്കെ, ആ സിഗ്നൽ വരുന്നത് അങ്ങനെ നമുക്ക്, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1ഉം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2ഉം കണ്ടക്ട് ചെയ്തിട്ടാണ് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് നമുക്ക് ഔട്ട്പുട്ടിൽ വന്നത്. സോ ദാറ്റ് ഈസ് ദി വർക്കിംഗ് ഓഫ് സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഇനി നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറിൽ നമുക്ക് ഇവിടെ ആ ഒരു അറേഞ്ച്മെന്റ്, ആ ഡയോഡിന്റെ ആ ഒരു അറേഞ്ച്മെന്റ്, ദാറ്റ് ഈസ് ബ്രിഡ്ജ് അറേഞ്ച്മെന്റിൽ നിന്നാണ് നമുക്ക് ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ എന്നുള്ള ഒരു പേര് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ. ഇനി ഇതിന്റെ ഒരു കണക്ഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഈ ഡയോഡ്സിനൊക്കെ ഒന്ന് പേര് കൊടുക്കാം, എങ്കിലാണ് അതിന്റെ വർക്കിംഗ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. വി ഹാവ് ഡയോഡ് D1 D2. ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള ഡയോഡ് നമ്മൾ D1 D2 എന്നും D3 D4 എന്നും കൊടുക്കും. കാരണം D1ഉം D2 ആണ് ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുക, D3ഉം D4ഉം ആണ് രണ്ടാമത്തെ ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പേര് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വർക്കിംഗ് പറയാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 4 ഡയോഡുകൾ ഉണ്ട്. നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഔട്ട്പുട്ടിൽ കിട്ടും, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പൊ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 2 ഡയോഡുകളാണ് കണ്ടക്ട് ചെയ്യുക, അടുത്ത 2 ഡയോഡുകൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ്, താഴെ മൈനസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ ഡയോഡ്സ് ആയിരിക്കും ഫോർവേഡ് ബയസ് നോക്കൂ. ഡയോഡ് D1ന്റെ ആനോഡ് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഡയോഡ് D1 ആദ്യം കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഡയോഡ് D1 ഫോർവേഡ് ബയസിലായിരിക്കും. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ നെഗറ്റീവ് വരുമ്പോ ഏതായിരിക്കും? D3 ആണോ D2 ആയിരിക്കോ? D2 ആയിരിക്കോ D3 ആയിരിക്കോ ഫോർവേഡ് ബയസിൽ ഉണ്ടാവുക? യെസ്, D2. ഓക്കെ, അപ്പൊ D1ഉം D2ഉം ഫോർവേഡ് ബയസ്ഡും D3ഉം D4ഉം റിവേഴ്സ് ബയസ്ഡും ആയിരിക്കും. D1ഉം D2ഉം കണ്ടക്ട് ചെയ്യുക വഴി we will get the positive half cycle at the output. ഇനി അടുത്തത് രണ്ടാമത്തെ കേസ്, that is during the negative half cycle. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ മൈനസും അതേപോലെ ഇവിടെ പ്ലസും വരുന്നു. നോക്കൂ, ഏതൊക്കെ ഡയോഡ്സ് ആയിരിക്കും ഫോർവേഡ് ബയസ്ഡ്? ഡയോഡ് D4ഉം അതേപോലെ ഡയോഡ് D3ഉം ആണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫോർവേഡ് ബയസ്ഡ് ആവുക. സോ D3 D4 കണ്ടക്ട് ചെയ്യും, D1 D2 കണ്ടക്ട് ചെയ്യില്ല. ആൻഡ് we will get the negative half cycle at the output. ഓക്കെ, സോ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡയോഡ്സ് കണ്ടക്ട് ചെയ്യുക വഴിയാണ് നമുക്ക് ഈ കംപ്ലീറ്റ് സൈക്കിളും ഔട്ട്പുട്ടിൽ പൾസേറ്റിംഗ് DC ആയിട്ട് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിപ്പോ ജസ്റ്റ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെയും ഫുൾ വേവ് റെക്ടിഫയറിന്റെയും സർക്യൂട്ട് വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിന്റെ വർക്കിംഗ് മാത്രമാണ് പറഞ്ഞിട്ടത്. ഇനി ഈ റെക്ടിഫയറിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതിന്റെ കുറേ അധികം പാരാമീറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ്, RMS വോൾട്ടേജ്, ഫ്രീക്വൻസി, അതേപോലെ ഫോം ഫാക്ടർ, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അങ്ങനെ റിപ്പിൾ ഫാക്ടർ, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ, എഫിഷ്യൻസി, ഇങ്ങനെ പറഞ്ഞ റെക്ടിഫയറിന്റെ കുറേ അധികം പാരാമീറ്റേഴ്സ് നമുക്ക് പഠിക്കേണ്ട. ആ ഏരിയയിൽ നിന്നായിരിക്കും നമുക്ക് പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും വരുന്നത്. ഇത് ഫണ്ടമെന്റൽ ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമാണ്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുത്തതാണ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് വെച്ചിട്ട് അതിന്റെ ഒരു വർക്കിംഗ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് റെക്ടിഫയേഴ്സ്. താങ്ക് യു.